അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലാണ്. ആ കാണുന്ന 3 ടവർ ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ ഹൈലൈറ്റ് റെസിഡൻസിയാണ്. അതിനടുത്ത് തന്നെ ഒരു ഹൈലൈറ്റിൻ്റെ ബിസിനസ് പാർക്കും ഉണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. വാ. ഏകദേശം 12.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലെ NH66 സൈഡിലാണ് ഈ മാള് നിൽക്കുന്നത്. ഇത് കേരളത്തിലെ 2ാമത്തെ വലിയ മാളും കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാളുമാണ്. ഏകദേശം 250ഓളം ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളാണ് ഈ മാളിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 4 ഫ്ലോറും ബേസ്മെൻറ്റിലേക്ക് ഒരു 3 ഫ്ലോറും, അങ്ങനെ മൊത്തം 7 ഫ്ലോറുണ്ട് ഈ മാളിന്. ഇതിനകത്ത് കയറുമ്പം വേറൊരു ലോകത്തെത്തിയ ഫീലാണ്. കാരണം അത്ര വിശാലമാണ്, അത്ര സ്പേഷ്യസ് ആണ്, ഭയങ്കര വലുപ്പമാണ്. ഇതിനകത്ത് ആദ്യമായിട്ട് കയറുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും. ഇതിനകത്ത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് തിരിച്ചിറങ്ങേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പം അമേരിക്കൻ ഈഗിളിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആദ്യം തന്നെ കാണാം. ഓപ്പോസിറ്റ് സൈഡ് US പോളോ അസോസിയേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് കാണാം. 3 ഫ്ലോറിലായിട്ടാണ് ഈ ഇത് നിൽക്കുന്നത്, ഈ മാള് നിൽക്കുന്നത്. ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് LP ലൂയി ഫിലിപ്പിൻ്റെ ഒരു ഷോറൂം കാണാം. കുട്ടികൾക്ക് റൈഡ് ചെയ്യാനുള്ള ചെറിയ ടോയ് കാറുകളൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് വാൻ ഹ്യൂസൻ്റെ ഒരു ഷോറൂം, മൈജിയുടെ ഒരു ഷോറൂം, കാമ ആയുർവേദിക്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് പ്യൂമയുണ്ട്. ട്രോളി ബൈ ഒക്കെ ഇവിടെ ഒഴുക്കി വെച്ചിട്ടുണ്ട്. അത് ഏത് കമ്പനിയുടെ ആണെന്ന് ഞാൻ നോക്കിയില്ല. അഡിഡാസിൻ്റെ ഒരു ഷോറൂം വന്നിട്ടുണ്ട്. ക്രോക്കഡൈൽ, ക്രോമ, ആപ്പിളിൻ്റെ ഒരു ഇമാജിൻ സ്റ്റോർ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് സ്കെച്ചേഴ്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് ലിവൈസിനകത്ത് ബൈ 2 ഗെറ്റ് 2 ഫ്രീ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ചോക്കോച്ച് എന്തോ ഐസ്ക്രീമോ കാര്യങ്ങളോ ഒക്കെയാണെന്ന് തോന്നുന്നു. സെലക്റ്റഡ്, മദർ കെയർ, ജാക്ക് ആൻഡ് ജോൺസ്, പെപ്പെ ജീൻസ്, അതെല്ലാം കണ്ട് ഇങ്ങനെ പോകുമ്പോൾ സ്വാ ഡയമണ്ട്സ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഉച്ച സമയത്താണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വൈകിട്ട് ഇതായിരിക്കത്തില്ല സ്ഥിതി. വൈകിട്ട് ഭയങ്കര റഷായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നടന്നെല്ലാം കാണാനുള്ള സൗകര്യമുണ്ട്, വലിയ ജനത്തിരക്കില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും ബാക്ക് സൈഡിലേക്ക് വന്നു. അപ്പോൾ ഒരു സ്നോമാനെയൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്ന് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്, ഒരു ഇങ്ങനെ വളഞ്ഞു വരികയാണ്. ഇവിടെ ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഷോപ്പേ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റ്. ഒരു കുട്ടി റൈഡർ കാറേ വരുന്നുണ്ട്. അതിൻ്റെ റിമോട്ട് കൺട്രോളർ പുറകിലുണ്ട്. പിന്നെ വെസ്റ്റ് സൈഡും സ്റ്റുഡിയോയും ഈ ബാക്ക് സൈഡിലായിട്ടുണ്ട്. ഇത് രണ്ടും ടാറ്റയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് വേറെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അതിനകത്ത് റേമണ്ടും ബെവർലി ഹിൽ പോളോ ക്ലബ്ബും പാർക്ക് അവന്യൂവും ലൈഫ് സ്റ്റൈലും യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനിറ്റനും ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുണ്ട്. ഇത് ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇതിനകത്ത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, ടൈറ്റൻ്റെ ഒരു ഔട്ട്ലെറ്റ്, ഫാബ് ഇന്ത്യ, ഷോപ്പേ സ്റ്റോപ്പ് മുകളിലും ഉണ്ട്, താഴെയും ഉണ്ട്, മാക്സ്, അതൊക്കെ ഇവിടെയുണ്ട്. കൂടാതെ വുള്ളാൻ്റെ, ബാറ്റ, ഡോക്കാൻമാർക്ക്, ഇതിൻ്റെയൊക്കെ ക്രോക്സിൻ്റെയൊക്കെ ഇത് ഔട്ട്ലെറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു വ്യൂ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ളത്. കണ്ടോ, കോറിഡോർ ഇതിലെല്ലാം കോറിഡോറാണ്. നമുക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ വഴി തെറ്റിപ്പോവും. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കൺഫ്യൂഷൻ വരും. കാരണം അത്രയ്ക്ക് വലിയ മാള്, 12.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. നമുക്ക് തീർച്ചയായിട്ടും ആദ്യം കയറുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് ഞാൻ അതാണ് പറഞ്ഞത്. എനിക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനായി. ഞാൻ ഇതിലെയാണ് കയറിയത്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ വഴിതെറ്റി 2-3 തവണ ഇതിലെയൊക്കെ കറങ്ങി. വന്ന വഴിയെ കൂടെ ഒക്കെ തന്നെ 2-3 തവണ കറങ്ങിയിട്ടാണ് എല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുത്തത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ വിശേഷങ്ങൾ. പിന്നെ 3rd ഫ്ലോറിൽ ഫുഡ് കോർട്ടാണ്. അവിടെ അത്യാവശ്യം KFC, മക്ഡി, പിന്നെ സബ്വേ, ഫുഡ് ബേ എല്ലാ മെയിൻ സാധനങ്ങളും ടോപ്പ് ഫ്ലോറിലുണ്ട്.
ക്രിസ്മസ് അതിൻ്റെ സമയത്താണ് ഞാൻ വന്നത്, അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. കണ്ടോ, ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. അതിവിശാലമാണ്. ഇത് ഒരു കോറിഡോറും അതിൻ്റെ വ്യൂ മാത്രമാണ്. ഇതുപോലെ അപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തും ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. ടൈം സോൺ എന്നാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് ഒരുപാട് ഗെയിമും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ തേർഡ് ഫ്ലോറിലേക്ക് പോകുമ്പം അതിനകത്ത് മെയിനായിട്ട് വരുന്നത് പാലാക്സി സിനിമാസിൻ്റെ 8 സ്ക്രീനുള്ള ഒരു തിയേറ്ററാണ്. അതിനകത്ത് 4ാമത്തെ സ്ക്രീൻ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ എപ്പിക് സ്ക്രീനാണ്. ഏകദേശം 52 അടിയോളം വലുപ്പമുണ്ട് 4ാമത്തെ സ്ക്രീനിന്. 8 സ്ക്രീനുണ്ട് മൊത്തം പാലാക്സി സിനിമാസ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു DC ബുക്സിൻ്റെ ഷോപ്പ് കാണാം. പിന്നെ മെയിനായിട്ട് ഫുഡ് കോർട്ടാണ്. ഏതാണ്ട് 60ഓളം ഫുഡ് കോർട്ടുകൾ തേർഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്നോ ഫാൻറ്റസിയാണ്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളു മണാലി ഒന്നും പോകാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഈ സ്നോ ഫാൻറ്റസി കയറിയിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്താൽ തരക്കേടില്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. അപ്പം മുതിർന്നവർക്ക് 530 രൂപയും കുട്ടികൾക്ക് 470 രൂപയാണെന്ന് തോന്നുന്നു ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പം മഞ്ഞ് വാരി എറിഞ്ഞും മഞ്ഞത്ത് ചാടിക്കളിച്ചും ഒക്കെ ആടി തിമിർക്കാം. അപ്പം ഇതൊക്കെയാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ പ്രധാന വിശേഷങ്ങൾ. കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഒരു ദിവസം സമയം കളയാനുള്ള എല്ലാവിധ വകുപ്പുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ വരിക, വന്ന് എൻജോയ് ചെയ്യുക. സാധിക്കുന്നവരൊക്കെ വരിക, ഫാമിലിയായിട്ട് വരിക. ഇത്രയൊക്കെ ഉള്ളൂ ഹൈലൈറ്റ് മാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.